എടാ ഇതൊന്ന് കേട്ടു നോക്കി. എടാ നിന്റെ മനസ്സിലുള്ളതൊക്കെ എൻ്റെ പാരൻസിന് എങ്ങനെ മനസ്സിലാവാനാ? നിന്റെ ആറ്റിറ്റ്യൂഡ് ഒട്ടും ശരിയായില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് ഭയങ്കര ഇൻസൾട്ടായി. ഞാൻ ഇനി ഇങ്ങനെ നിന്നെ സപ്പോർട്ട് ചെയ്യാനാ? ഞാൻ മടുത്തു. നമുക്കിതിവിടെ അവസാനിപ്പിക്കാം. കണ്ട, എൻ്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടല്ലോ, അത് ഞാൻ ഇവളോടും പേരൻസിനോടും എങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കാണിക്കാനാണ്? ഇതൊക്കെ വെറും പ്രഹസനമല്ലേടാ. അളിയ നീ ബാ. എടാ എനിക്കുണ്ടല്ലോ, എനിക്ക് എൻ്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഇതുവരെ എൻ്റെ അമ്മയോടൊന്ന് ചിരിച്ച് സംസാരിക്കുകയോ ഉള്ളിലുള്ള പുറത്ത് കാണിക്കുകയോ എന്തിന് ഒന്ന് സ്നേഹത്തോടെ അമ്മേ എന്നുപോലും ഞാൻ വിളിച്ചിട്ടില്ലടാ. ഒരു ദിവസം ഉണ്ടല്ലോ, ഒരു ദിവസം എൻ്റെ അമ്മ അങ്ങ് പോയടാ. അന്ന് ഞാൻ പൊട്ടി തകർന്നിട്ടും ഉള്ളിലുള്ളതൊക്കെ അടക്കി തന്നെയാടാ പിടിച്ചത്. കാരണം അതിന് കാണാൻ എൻ്റെ അമ്മയില്ലല്ലോടാ. അളിയ, ഉള്ളിലുള്ളത് എന്താണേലും അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, പ്രേമം, സൗഹൃദം, ആരോടാണേലും പറയേണ്ടത് നീ തുറന്ന് പറയണം. എടാ ഇത്ര നാൾ കൂടെ നടന്നിട്ടും അവർക്ക് എന്നെ മനസ്സിലായല്ലോടാ. എടാ നമ്മൾ എത്ര നാൾ കൂടെ നടന്നു എന്നേലല്ല, അങ്ങനെ വിചാരിക്കുന്നതാണ് നമ്മുടെ തെറ്റ്. ഉള്ളിലുള്ളത് പ്രകടിപ്പിക്കാനാവണം, അല്ലാതെ ആർക്കും ആരെയും മനസ്സിലാവില്ല. എടാ സോറി.